ലോകത്തിലെ ഏറ്റവും ശക്തമായ ടാങ്ക് എഞ്ചിൻ നമ്മുടെ DRDO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഏറ്റവും ശക്തമെന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ M2MB873KF501 അതായത് ലിയോപാർഡ് 2 ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഹണീരൽ AGT-1500 അതായത് M1 അബ്രാംസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ടാങ്കുകൾക്ക് എതിരാളിയായിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ ടാങ്ക് എഞ്ചിനുകൾ ഒന്നാണ് നമ്മുടെ DRDO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഫ്യൂച്ചറിസ്റ്റിക് മെയിൻ ബാറ്റിൽ ടാങ്ക്, അർജുൻ മാർക്ക് 1A മെയിൻ ബാറ്റിൽ ടാങ്ക് എന്നീ പ്രോഗ്രാമുകൾക്കായി രൂപകൽപ്പന ചെയ്ത ഡാറ്റൺ 1500 HP എഞ്ചിൻ ഉപയോഗിച്ച് തദ്ദേശീയ ടാങ്ക് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഗണ്യമായ പുരോഗതി ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഈ ടാങ്കിന്റെ പവർ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് മോഡുലാർ ഡിസൈൻ തത്വങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡാറ്റൺ കോറിനെ അടിസ്ഥാനമാക്കി കൂടുതൽ ശക്തമായ എഞ്ചിൻ വകഭേദങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു അഭിലാഷകരമായ പദ്ധതിയുമായിട്ടാണ് DRDO ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഡാറ്റൺ 1500 HP എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത് DRDOയുടെ കോമ്പാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് പോലുള്ള വ്യവസായ പങ്കാളികളുമായി സഹകരിച്ചിട്ടാണ്. ഈ ഡാറ്റൺ എഞ്ചിനെ സവിശേഷതമാക്കുന്നത് ഇതിന്റെ മോഡുലാർ ഡിസൈൻ ആണ്. അതായത് പൂർണ്ണമായ പുനർരൂപകൽപ്പന ഇല്ലാതെ തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഡാറ്റൺ എഞ്ചിനെ പൊരുത്തപ്പെടുത്താൻ കഴിയും. പ്രവർത്തന ആവശ്യങ്ങൾ ഉണ്ടായാൽ എഞ്ചിന്റെ ശക്തി 100 മുതൽ 300 HP വരെ വർദ്ധിപ്പിക്കാനും ഇത് 1800 HP വരെ എത്തിക്കാനും സാധിക്കും. അതായത് ഡാറ്റൺ എഞ്ചിനെ 1500 HP യിൽ നിന്നും 1800 HP വരെ എത്തിക്കാൻ സാധിക്കും. ഭാവിയിൽ ഭാരമേറിയതും കൂടുതൽ ശേഷിയുള്ളതുമായ MBTകൾക്കായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുത്തുന്ന ഒരു ശേഷി തന്നെയാണിത്. ജർമ്മനിയുടെ ലിയോപാർഡ് 2 ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിന്റെ HP എന്നതും അമേരിക്കയുടെ അബ്രാംസിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിന്റെ HP എന്നതും 1500 മാത്രമാണ്. എന്നാൽ നമ്മുടെ DRDO ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഡാറ്റൺ 1500 നിന്നും 1800 HP വരെ ആക്കാൻ പറ്റും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ നേട്ടം തന്നെയാണിത്. ഇതുകൂടാതെ പവർ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഡാറ്റൺ എഞ്ചിന്റെ ഭാവി വകഭേദങ്ങൾക്കായി ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം DRDO പര്യവേഷണം ചെയ്യുന്നുമുണ്ട്. ഈ ഹൈബ്രിഡ് സിസ്റ്റം ടാങ്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ആന്തരിക ജ്വലന എഞ്ചിനെ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകളുമായി സംയോജിപ്പിക്കും. ഇപ്പോഴും പ്രൊപ്പൽഷൻ ഘട്ടത്തിലുള്ള ഈ ആശയം നിർണായക ദൗത്യങ്ങൾക്കായി ബാറ്ററി പവർ ഉപയോഗിച്ച് നിശബ്ദമായി പ്രവർത്തിക്കാൻ MBTകളെ അനുവദിക്കുന്ന ഒരു സ്റ്റെൽത്ത് മോഡ് കഴിവ് അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതായത് ഒരു പരമ്പരാഗത ഡീസൽ എഞ്ചിന്റെ ശബ്ദവും താപ സിഗ്നേച്ചറും കാരണം ടാങ്ക് എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇതിന്റെ സ്റ്റെൽത്ത് മോഡ് ഉപയോഗിക്കുന്നത് മൂലം ടാങ്കിന് രഹസ്യമായി തന്നെ തുടരാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾ പോലുള്ള സാഹചര്യങ്ങളിൽ വിലമതിക്കാനാവാത്ത നേട്ടം കൈവരിക്കാനും സാധിക്കും. ഈ ഹൈബ്രിഡ് സിസ്റ്റം ഇപ്പോഴും ആശയവൽക്കരണത്തിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് എന്നും ഡാറ്റൺ 1500 HP എഞ്ചിൻ ഉൽപാദനത്തിലേക്ക് പ്രവേശിച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത് ഉയർന്നു വരും എന്നുമാണ് DRDO ഉദ്യോഗസ്ഥർ പറയുന്നത്. 50 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള ഒരു MBTക്കായി വിശ്വസനീയമായ ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നത് ബാറ്ററിയുടെ ഭാരം, ഊർജ്ജ സാന്ദ്രത, നിലവിലുള്ള ഡ്രൈവ് ട്രെയിനുകളുമായുള്ള സംയോജനം എന്നിവയുൾപ്പെടെ കാര്യമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്നാലും കുറഞ്ഞ കണ്ടെത്തൽ, മെച്ചപ്പെട്ട ഇന്ധനക്ഷമത, മെച്ചപ്പെട്ട പ്രവർത്തന വഴക്കം എന്നിവ പോലുള്ള സാധ്യതയുള്ള നേട്ടങ്ങൾ ഇതിനെ ഭാവി ഗവേഷണത്തിനുള്ള ഒരു വാഗ്ദാനമായ വഴിയാക്കി തീർത്തിരിക്കുകയാണ്. ഈ ഡാറ്റൺ എഞ്ചിൻ 1500 HP യിൽ നിന്നും 1800 HP ആയി ഉയരുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ടാങ്ക് എഞ്ചിനുള്ള രാജ്യങ്ങൾ ഒന്നായി ഇന്ത്യ മാറുന്നു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് വേണം ഈ നേട്ടത്തെ കാണാൻ. അതേപോലെ 1800 HP എഞ്ചിൻ ശക്തിയുള്ള ഒരു ടാങ്ക് മറ്റൊരു രാജ്യവും ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ഓഗസ്റ്റോടെ അവരുടെ സൈന്യത്തിന്റെ ഭാഗമാകാൻ ഇതിപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രാജ്യത്തിന്റെ ടാങ്കാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ഇന്ത്യക്ക് സന്തോഷം നൽകുന്നു, അതോടൊപ്പം തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനിലും ആശങ്ക ഉളവാക്കുന്ന മറ്റൊരു വാർത്ത. അതായത് ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ത്യ S-400 വിന്യസിച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. റഷ്യയുടെ ഈ S-400 പ്രകടനത്തിന് പേരുകെട്ട ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ദീർഘദൂര വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള റെക്കോർഡുകളും ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ നടന്ന ഒരു യുദ്ധത്തിൽ കൈവിന് മുകളിലൂടെ 150 കിലോമീറ്റർ അകലെ നിന്ന് ഒരു ഉക്രൈനിയൻ Su-27 നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇത് S-400 ആണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഈ അടുത്ത് 2025 ഏപ്രിൽ 12 ഉക്രൈന്റെ F-16നെയും റഷ്യയുടെ S-400 നിർവീര്യമാക്കി. ആധുനിക ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളുള്ള
അത്യാധുനിക പാശ്ചാത്യ വിമാനങ്ങളെ നേരിടാനുള്ള S-400ന്റെ കഴിവ് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള 48 N6 വേരിയന്റ് പോലുള്ള സിസ്റ്റത്തിന്റെ ദീർഘദൂര മിസൈലുകളും വിശാലമായ വ്യോമാതിർത്തികളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പ്രാപ്തമാക്കുന്ന അതിന്റെ വിപുലമായ നെറ്റ്വർക്ക് റഡാർ സംവിധാനങ്ങളുമാണ് ഈ വിജയത്തിന് കാരണം. ഇപ്പോൾ ഈ F-16ഉം JF-17 വിമാനങ്ങളുടെ ഒരു വലിയ വ്യൂഹം പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ അതിർത്തികളിൽ S-400 സംവിധാനം വിന്യസിച്ചിട്ടുമുണ്ട്. ഈ S-400ലുള്ള 48 NX വേരിയന്റ് പോലുള്ള സിസ്റ്റത്തിന്റെ ദീർഘദൂര മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 100 മുതൽ 200 കിലോമീറ്റർ വരെ അകലെയാണ് പാകിസ്ഥാന്റെ PAFന്റെ വ്യോമത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യോമത്താവളങ്ങൾ ഇപ്പോൾ S-400ന്റെ കവചത്തിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ 3 S-400കൾ നിയന്ത്രണ രേഖയിലും പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും പ്രത്യേകിച്ച് പഞ്ചാബ്, രാജസ്ഥാൻ മേഖലകളിലും തന്ത്രപരമായി സ്ഥാപിച്ചു. ഓരോ ഇന്ത്യൻ S-400 സ്ക്വാഡ്രണിലും സാധാരണയായി ഒരേ സമയം തന്നെ 36 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിവുള്ള ഒന്നിലധികം ലോഞ്ചറുകളാണ് ഉള്ളത്. ഇതിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ മിസൈലായ 40 NX ഉപയോഗിച്ച് 400 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും. ഇതിന്റെ ശക്തമായ റഡാർ സംവിധാനങ്ങൾ 400 മുതൽ 600 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള യുദ്ധവിമാനങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതായത് F-16 ബ്ലോക്ക് അല്ലെങ്കിൽ JF-17 തണ്ടർ പോലുള്ള PAF വിമാനങ്ങൾ സർഗോദ അല്ലെങ്കിൽ കമ്ര പോലുള്ള പ്രധാന ഫോർവേഡ് ബേസുകളിൽ നിന്ന് പറന്നുയരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ അതിർത്തിയിൽ S-400 അത് കണ്ടെത്തിയിരിക്കും. അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാന്റെ പ്രാഥമിക വ്യോമത്താവളങ്ങളെല്ലാം S-400ന്റെ പരിധിയിൽ ഫലപ്രദമായി ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന വികസിപ്പിച്ചെടുത്ത CM-400 AKG സൂപ്പർസോണിക് മിസൈൽ ഇത് പാകിസ്ഥാന്റെ JF-17 തണ്ടർ ഫൈറ്ററിലാണ് ഉപയോഗിക്കുന്നത്. ഈ ആയുധങ്ങൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഭീഷണികളെ വേഗത്തിൽ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള കഴിവും S-400നുണ്ട്. പാകിസ്ഥാന് ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങളും ചൈനീസ് ഉത്ഭവ HQ-9 പോലുള്ള മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും S-400ന്റെ അത്യാധുനിക നെറ്റ്വർക്ക് ജാം റെസിസ്റ്റന്റ് റഡാറുകൾക്കെതിരെ ഇവ പൊതുവെ ഫലപ്രദമല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാനിലെ പ്രതിരോധ നിരീക്ഷകർക്കിടയിലെ ഓൺലൈൻ ചർച്ചകൾ ഈ ആശങ്കയെ ഇപ്പോൾ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ്. ചിലർ S-400 ഭീഷണിയെ മറികടക്കാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ അല്ലെങ്കിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പോലുള്ള ബദൽ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തണം എന്ന് പോലുമാണ് ഇപ്പോൾ വാദിക്കുന്നത്. 2028ഓടെ ഇന്ത്യയുടെ സ്വന്തം എയർബോൺ മുന്നറിയിപ്പ് സംവിധാനങ്ങളും പ്രൊജക്ട് കുഷയുടെ കീഴിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ദീർഘദൂര ഉപരിതല വ്യോമ മിസൈലുകളും S-400നെ സംയോജിപ്പിച്ച് വ്യോമ പ്രതിരോധ ശൃംഖല കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതായത് ഏതൊരു സംഘർഷത്തിലും PAF വ്യോമ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഇടതൂർന്ന ബഹുതല വ്യോമ പ്രതിരോധ കവചം സൃഷ്ടിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2026ഓടെ കരാർ ഉറപ്പിച്ച 5 എണ്ണത്തിൽ അവസാനത്തെ 2 S-400 സ്ക്വാഡ്രണുകളുടെ ഇന്ത്യക്ക് ലഭിക്കും. പാകിസ്ഥാനിലെ സൈനിക ആസൂത്രകർ ഈ പരിണാമ സാഹചര്യത്തെ നേരിടണം. S-400ന്റെ തെളിയിക്കപ്പെട്ട ഈ പോരാട്ട പ്രകടനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ അതിർത്തികൾക്ക് സമീപമുള്ള വ്യോമാക്രമണത്തിനുള്ള ഏതൊരു ശ്രമവും ഗുരുതരമായ വിമാന നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും അതുവഴി PAFന്റെ പ്രവർത്തന വ്യാപ്തിയും വ്യോമശക്തി പ്രൊജക്ട് ചെയ്യാനുള്ള കഴിവും പരിമിതപ്പെടുത്തും എന്നുമാണ്. S-400ന്റെ ഈ ഒരു റെക്കോർഡ് ഇന്ത്യൻ അതിർത്തിക്കടുത്ത പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.